യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കാം. യെഹെസ്കേൽ 37:3. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, അങ്ങ് അറിയുന്നു എന്നുത്തരം പറഞ്ഞു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അധികാരവർഗം യേശു തീർന്നെന്ന് വിധി എഴുതി. യേശുവിൻ്റെ കാര്യം തീരുമാനത്തിലായി എന്ന് അവർ വിധി എഴുതി. സുരക്ഷാ വീഴ്ച വരാതെ വണ്ണം കല്ലറ ബലവത്താക്കി, ഉറപ്പാക്കി. ഇനി യേശുവിന് ഒരു മടങ്ങിവരവില്ലെന്ന് മഹാപുരോഹിതന്മാരടക്കം ആശ്വാസം കൊണ്ടു. പക്ഷേ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 3-ാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർപ്പിൻ്റെ സദ്വാർത്ത നമുക്കെല്ലാം ഉള്ളു നിറഞ്ഞ് അനുഭവിക്കാനും ആനന്ദിക്കാനുമുള്ള അവസരമാകട്ടെ ഈ ദിവസം എന്നാമുഖമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഈസ്റ്റർ ദിനത്തിൻ്റെ സന്തോഷവും സമാധാനവും രേഖപ്പെടുത്തട്ടെ. അനുഗ്രഹീതമായ ഒരു പാട്ടുണ്ട്. ഇനിമേൽ എനിക്ക് ജീവിതമെന്നാൽ ഉദ്ധിതനായ ഈശോ, കുരിശിൽ മരിച്ച് മരണത്തിന്മേൽ വിജയം വരിച്ച ഈശോ, ഞാനല്ല ഇനി യേശുവിനിൽ ജീവിക്കും ദൃഢനിശ്ചയം. രാത്രി കഴിഞ്ഞു, ശോകമകന്നു, പുതിയ പ്രഭാതം ഉദിച്ചു. രാത്രി കഴിഞ്ഞു, ശോകമകന്നു, പുതിയ പ്രഭാതം ഉദിച്ചു. ഇതാണ് ഈസ്റ്ററിൻ്റെ സന്തോഷം. വ്യക്തിപരമായി വല്ലാതെ വേദനിച്ച, ഉലച്ചു കളഞ്ഞ ഒരു പുസ്തകത്തിലെ ചില വരികൾ പങ്കിട്ട് ഈ ഈസ്റ്റർ വിചാരങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മൾ എവിടെ പോവുക അമ്മ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉറക്ക ചടവിലാണ് 5 വയസ്സുകാരൻ ബാബു ആ ചോദ്യം ചോദിച്ചത്. എന്തോ വേവലാതി കൊണ്ട് ഇളയ സഹോദരി ബിന്ദുവിനെയും തോളിലിട്ട് അമ്മ മുന്നിൽ നടക്കുകയാണ്. ബാബുവിന് 5 വയസ്സ് മാത്രം, ഒന്നും മനസ്സിലാകുന്നില്ല. അന്ന് രാത്രിയിൽ ബാബുവിൻ്റെ അമ്മയും മൂത്ത ചേച്ചി ജസിയും ഒരുപോലെ കണ്ണ് അടച്ചിട്ടില്ല. അവർ അവരുടെ ചെറിയ കുടിലിൻ്റെ മുൻപിലിരുന്ന് കരച്ചിലോട് കരച്ചിലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കാണും, ഏറ്റവും ഇളയ അനിയത്തി ബിന്ദുവിനെ എടുത്ത് തോളിലിട്ട് 2ാമത്തെ ചേച്ചി ലാലിയുടെ കൈയും പിടിച്ച് ആ കുടിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. മൂത്ത ചേച്ചിയായ ജസിയുടെ കൈയും പിടിച്ച് 5 വയസ്സുകാരൻ ബാബുവും പിന്നാലെ പോയി. അങ്ങനെ ഒരമ്മയും 3 പെൺമക്കളും ഒരു മകനും. അവരങ്ങനെ വീടും കടന്ന് തോടും കടന്ന് പിന്നെയും മുന്നിലോട്ട് പോയി. പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. അവർ നടന്ന് തെള്ളിത്തോട്ടിലെ ഇടവക പള്ളിയുടെ കുരിശടിയുടെ മുൻപിലാണ് നിന്നത്. അവിടെ നിന്നിട്ട് ആ കുരിശടി നോക്കി അമ്മ നെഞ്ചത്ത് കൈവച്ച് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ക്രിസ്തുരാജാ, എൻ്റെ ക്രിസ്തുരാജാ. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മക്കൾ 4 പേരും പള്ളിക്കൂട്ടത്തിൽ അവരുടെ സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ അമ്മ മുട്ടിന്മേൽ നിന്ന് അവരുടെ മുൻപിൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് ഈ 4 മക്കളെയും നെഞ്ചോട് ചേർത്ത് തേങ്ങി കരഞ്ഞു. ഈ 5 വയസ്സുകാരൻ ബാബുവിന് അപ്പോഴും ഒന്നും മനസ്സിലായിരുന്നില്ല. ബാബു പിന്നെയും ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഈ രാത്രിയിൽ? അമ്മ നിർത്താതെ കരയുകയാണ്. ആ കരച്ചിൽ തീരാൻ കുറേ സമയമെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ആ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കള്, അമ്മച്ചി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇടയ്ക്ക് ഈ മൂത്ത മകൾ ജസി പറയുന്നുണ്ട്, അമ്മച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ അതുപോലെ അനുസരിക്കാം. പക്ഷേ അമ്മച്ചി കരയല്ലേ? പക്ഷേ അമ്മയ്ക്ക് കരച്ചിലടക്കാൻ കഴിയില്ല. എന്നിട്ട് അമ്മ പിന്നെയും പറഞ്ഞു തുടങ്ങി, നമുക്കാരും ഇല്ല മക്കളെ, നമുക്കാരും ഇല്ല. എനിക്കിനി നിങ്ങളെ നോക്കാൻ വയ്യ, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളിന്ന് രാത്രി മരിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നടന്ന് കല്ലാർകുട്ടി ഡാമിലേക്കാണ് പോകുന്നത്. അമ്മ ഡാമിലേക്ക് ആദ്യം എടുത്ത് ചാടും. എൻ്റെ പിന്നാലെ എൻ്റെ പൊന്നുമക്കൾ ഓരോരുത്തരായി ചാടണം. പെട്ടെന്ന് ഈ മൂത്ത മകൾ ജസി പറഞ്ഞു, അമ്മച്ചി, എനിക്ക് വെള്ളത്തിൽ ചാടാൻ വലിയ പേടിയാണ്. അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ മക്കളെ ഓരോരുത്തരെയായി ഡാമിലെ വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ട്
പിന്നാലെ അമ്മച്ചി ചാടിയാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പേടിച്ച് ചാടാതിരുന്നാൽ അമ്മയില്ലാത്ത ഈ ലോകത്ത് ഞങ്ങൾ എങ്ങനെ കഴിയും? അപ്പം അമ്മ പറഞ്ഞു, ഇല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ മക്കളെ വെള്ളത്തിലെറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതും പറഞ്ഞ് അമ്മയും 4 ചെറിയ മക്കളും കല്ലാർകുട്ടി ഡാമിനെ ലക്ഷ്യമാക്കി അവരിങ്ങനെ കരഞ്ഞും തളർന്നും മുൻപോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മൂത്ത മകൾ ജെസ്സി വിളിച്ചു പറഞ്ഞു, അമ്മ ഒന്ന് നിന്നേ. അമ്മ, ഈ കമ്പിളിക്കണ്ടത്തും തെള്ളിത്തോട്ടിലുമുള്ള ആൾക്കാർക്കല്ലേ നമ്മളെ അറിയൂ. നമുക്ക് ദിവസവും ചിന്നാർ കടന്ന് അക്കരെ ചെന്ന് പിച്ച തെണ്ടി ജീവിക്കാമല്ലോ. പിച്ച തെണ്ടി കിട്ടുന്നത് കൊണ്ട് നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള വക കണ്ടെത്താമല്ലോ. നമുക്കങ്ങനെ ജീവിച്ചുകൂടെ? മരിക്കണ്ടല്ലോ. ഇത് കേട്ടതും ആ അമ്മ ഓടി വന്ന് ജെസ്സിയെ തുരുതുരാ ചുംബിച്ചു. ഒരുപക്ഷെ ഒരു 10 വയസ്സുകാരിക്ക് മരിക്കാനുള്ള ഭയം കൊണ്ടാകാം അവൾ അങ്ങനെ ചിന്തിച്ചത്. അതുമല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിക്കണം എന്ന കൊതി കൊണ്ടാകാം ആ 10 വയസ്സുകാരി അങ്ങനെ ചിന്തിച്ചത്. രണ്ടായാലും ആ രാത്രിയിൽ 4 മക്കളെയും ചേർത്ത് ആ അമ്മ തിരിച്ചു നടക്കുമ്പോൾ അമ്മ ഒരു നിമിഷമെങ്കിലും മനസ്സിൽ വിചാരിച്ചു കാണും, തൻ്റെ മനസ്സിൽ മരിക്കാൻ തോന്നിയ ആ പൊട്ടബുദ്ധിയെക്കുറിച്ച്. കുറച്ചെങ്കിലും നീരസം ആ അമ്മയ്ക്ക് തോന്നിക്കാണും. ആ അമ്മയുടെ പേര് നന്ദിക്കുന്നേൽ മേരി എന്നാണ്. എന്തുകൊണ്ടാണ് അമ്മയും 4 മക്കളും ഒരു ദിവസത്തിൻ്റെ അർദ്ധരാത്രിയിൽ മരിക്കാൻ തീരുമാനമെടുത്തത്? ആ വീട്ടിലെ അപ്പൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരിക്കലും ചെയ്യാത്ത ഒരു കൃഷിക്ക് വേണ്ടി ഒരു ലോൺ എടുത്തു. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങി. പലിശയും കൂട്ടുപലിശയും ചേർന്ന് വലിയ തുകയായി. തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ ആ വീട്ടിലെ അപ്പൻ അമ്മയെയും 4 കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് വീട് വിട്ടു. ഈ 4 കുഞ്ഞുങ്ങളെയും അമ്മയെയും ഒറ്റയ്ക്കാക്കി അപ്പൻ വീട് വിടുമ്പോൾ ആ അമ്മയ്ക്ക് 28 വയസ്സാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ബാങ്കിലെ ജീവനക്കാരും പോലീസുകാരും സംഘം ചേർന്ന് ഇവരുടെ ഈ കുഞ്ഞു കുടിൽ ജപ്തി ചെയ്യാൻ വന്നു. എങ്ങനെയെങ്കിലും വരുന്ന 3 മാസത്തിനുള്ളിൽ പലിശയെങ്കിലും അടച്ചു തീർക്കാം എന്ന് അമ്മ കൊടുത്ത ഉറപ്പിന്മേൽ ജപ്തി സംഘം മടങ്ങിപ്പോയി. പക്ഷേ ആ അമ്മയ്ക്ക്, മേരി എന്ന അമ്മയ്ക്ക്, പലിശ മടക്കി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തെങ്കിലും വാസ്തവത്തിൽ അവർക്കത് കഴിയുമായിരുന്നില്ല. ആ ഒരു തോന്നലാണ് ആ രാത്രിയിൽ 4 മക്കളെയും കൊണ്ട് മരിച്ചേക്കാം എന്ന് അവർ തീരുമാനം എടുത്തത്. ഇതൊരു കഥയല്ല, ഇതൊരു പച്ചയായ ജീവിതമാണ്. ബാബു എബ്രഹാമിൻ്റെ ബാല്യകാല ജീവിതം, ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹം ഒരു പുസ്തകമാക്കി. പേര് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഒരുപക്ഷെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പുസ്തകങ്ങളിൽ, പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് വിൽപ്പനയിലും പൂർവ്വകാലത്തെ ചരിത്രം തിരുത്തിയ ഒരു പുസ്തകം, അത്രമേൽ വായിക്കപ്പെടുകയും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുപോലെ രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന പുസ്തകം. മരിക്കാൻ ഉറച്ച് മരണഗന്ധം പേറിയ ഒരു കുടുംബം, മരണനിഴലിൻ്റെ താഴ്വരയിൽ പെട്ടുപോയൊരു കുടുംബം, ആ കുടുംബം അതിശയകരമായി അവരുടെ ജീവിതത്തെ അതിജീവിച്ച ജീവിത യാഥാർത്ഥ്യമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച, ഒരു ദർശനത്തിലൂടെ യെഹെസ്കേൽ പ്രവാചകൻ കാണുകയാണ്. ഈ പ്രവാചകന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. സുന്ദരമായ സ്വപ്നങ്ങളും ദീർഘവീക്ഷണമുള്ള ദർശനങ്ങളും അത്തരം യാഥാർത്ഥ്യങ്ങളുടെ സന്തത സഹചാരികളാണ് ഈ പ്രവാചകന്മാർ. പ്രവാചക ഗണത്തിൽ തന്നെ യെഹെസ്കേൽ വേറിട്ട് നിൽക്കുന്നതും യെഹെസ്കേൽ എഴുതിയ വ്യത്യസ്തമായ ദർശനങ്ങൾ കൊണ്ടാണ്. യെഹെസ്കേൽ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദർശനം ഇങ്ങനെയാണ്: എല്ലിൻ്റെ ഒരു കൂമ്പാരം, അസ്ഥിയുടെ കൂമ്പാരം. പല പ്രത്യേകതകളുണ്ട്. ഈ അസ്ഥികൾക്കൊന്നിലും ജീവൻ്റെ സാധ്യതയില്ല. അതിങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അതിങ്ങനെ മരിച്ചും മരവിച്ചും ഒരു എല്ല് കൂമ്പാരം, ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു സാധ്യതയുമില്ലാത്തൊരു താഴ്വര, മരണത്തിൻ്റെ ഗന്ധം ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്നൊരു താഴ്വരയിൽ യെഹെസ്കേൽ പ്രവാചകൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ സ്വയമായി തന്നെ മനുഷ്യപുത്രൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. സാധാരണയായി മനുഷ്യപുത്രൻ എന്ന് നമ്മൾ വിളിക്കാറ് യേശുക്രിസ്തുവിനെയാണ്, സൺ ഓഫ് മാൻ. യേശുക്രിസ്തുവിൻ്റെ നിരവധി പേരുകളിൽ ഒന്നാണ് മനുഷ്യപുത്രൻ. യേശുവിനെ നാം അങ്ങനെ വിളിക്കാറുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ സ്വയം മനുഷ്യപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുക വഴി യേശുവിലേക്കും ഒരു സൂചന, യേശുവിനോടും സാമ്യമുള്ള സൂചന നമുക്ക് കൈവരികയാണ്. ഈ അസ്ഥികളുടെ താഴ്വര, എല്ല് കൂമ്പാരത്തിൻ്റെ ദർശനം നമുക്ക് നൽകുന്ന 3 ലളിതമായ ചിന്തകൾ വളരെ ചുരുക്കമായി പങ്കിട്ട്
ഈ ഈസ്റ്റർ സന്ദേശം ഉപസംഹരിക്കാം. അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് നമുക്ക് കൈവരുന്ന 3 ചിന്തകൾ. ഒന്ന്, ഈ അസ്ഥികൾ എല്ലാം ഉണങ്ങിയിരുന്ന അനുഭവത്തിലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡ്രൈ ബോൺസ്. ഉണങ്ങിയതിനെ ഉയിരേകുന്നതിൻ്റെ പേരാണ് ഈസ്റ്റർ. ഉണങ്ങിയിരിക്കുന്ന അനുഭവത്തിന് ജീവൻ്റെ ചൈതന്യം ഏകുന്നതിൻ്റെ പേരാണ് ഈസ്റ്റർ. ദ ഈസ്റ്റർ വിച്ച് റെസ്റ്റോർസ് ലൈഫ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിലാണ്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പല താഴ്വരകളും നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. കണ്ണുനീരിൻ്റെ താഴ്വര, കൂരിരുൾ താഴ്വര. ഇവിടെ ഈ എല്ല് കൂമ്പാരത്തിൻ്റെ താഴ്വര, ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയുടെ പ്രത്യേകത സ്വപ്നങ്ങൾ തകർന്നു പോയ അനുഭവമാണ്. ബന്ധങ്ങൾ ചിതറിപ്പോയ അനുഭവത്തെയാണ് സൂചിപ്പിക്കുക. വിശ്വാസം ക്ഷയിച്ചു പോയ, ഇനി ഒരു സാധ്യതയുമില്ല എന്ന് വിധികൽപ്പിക്കപ്പെട്ടൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ആശുപത്രിയുടെ ഇടവഴിയിൽ ഒരു മനുഷ്യൻ ഐസിയുവിൻ്റെ പുറത്തിങ്ങനെ കാത്തിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, ഹോപ്പ് ഈസ് വെരി ലെസ്. പ്രതീക്ഷ കുറവാണ്. നിങ്ങൾ ഈ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആള്, പ്രതീക്ഷയ്ക്ക് അധികം വകയില്ല, പ്രതീക്ഷ കുറവാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ ജീവിക്കുമെന്നോ ജീവിക്കയില്ല എന്നോ അല്ല യെഹെസ്കേൽ മറുപടി പറയുന്നത്. ദൈവമേ, അത് അവിടുത്തെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ജീവൻ പടയ്ക്കുന്നവൻ, ജീവൻ്റെ ചൈതന്യം ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഉണങ്ങിപ്പോയ അസ്ഥികൾക്കും ഒരു ഉയിരിൻ്റെ സാധ്യത ഉണ്ട് എന്ന ഘോഷമാണ് ഈസ്റ്റർ. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയ അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ ചിതറിപ്പോകുമ്പോൾ ഒരുപക്ഷെ നമ്മോട് തന്നെ ചോദിക്കും, ഇനി ജീവിക്കാനുള്ള സാധ്യത മുന്നിലോട്ടുണ്ടോ? എനിക്കിനി ഒരു ജീവൻ്റെ സാധ്യത ഉണ്ടോ? ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നേർചിത്രമാണ്, നമ്മുടെ കൂട്ടായ്മയുടെ നേർചിത്രമാണ്. എല്ലാ ഈസ്റ്റർ ദിവസവും യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. എല്ലാ വർഷവും യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കൊരു ഉയർപ്പ് വേണ്ടേ? നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് ഒരു ഉയർപ്പുണ്ടാകണ്ടേ? നമ്മുടെ പള്ളികൾക്ക് ഒരു ഉയർപ്പ് വേണ്ടേ? നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു ഉയർപ്പ് വേണ്ടേ? യേശു ഉയർത്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. യേശു ഉയർത്തു എന്നത് ചരിത്രം, ശിഷ്യന്മാർ സാക്ഷികളായതിലൂടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നൊരു സംഭവമാണ്, യാഥാർത്ഥ്യമാണ്. യേശു ഉയർത്തതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ഈ 2026 ഒരു വെല്ലുവിളി പോലെ ഈ ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. നമുക്കൊരു ഉയർപ്പ് വേണ്ടേ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതാകുമ്പോൾ, പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ, ആത്മീയ ഉണർവ് നഷ്ടപ്പെടുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ, ഇതെല്ലാം അസ്ഥിത്താഴ്വരയുടെ നേർചിത്രങ്ങളാണ്. നമ്മുടെ എത്രയോ പള്ളികൾ അസ്ഥിത്താഴ്വരയുടെ അനുഭവത്തിലാണ്. എത്രയോ കുടുംബങ്ങൾ, വ്യക്തിജീവിതങ്ങൾ. നമുക്കൊരു ഉയർപ്പ് അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവം അറിയുന്നു എന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞതുവഴി ദൈവമാണ് നമുക്ക് ഉയരേകാൻ ഏക സാധ്യതയുള്ളത് എന്ന പാഠം നമുക്ക് നൽകുകയാണ്. ഉണങ്ങിയിരിക്കുന്ന ഏതവസ്ഥയ്ക്കും ഒരു രൂപാന്തരം സാധ്യമാണ് ദൈവത്താൽ മാത്രം. 85-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഉണങ്ങിയ അസ്ഥികൾക്ക് ഉയിരേകുന്ന കർത്താവേ, ഞങ്ങളുടെ അസ്ഥിത്താഴ്വരകളിൽ അവിടുന്ന് ഇടപെടണമേ, ജീവനേകണമേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. 2, ഈ അസ്ഥികളുടെ കാഴ്ചയിൽ ശ്രദ്ധിച്ചാൽ കാണാം, അതിങ്ങനെ ചിതറിയിരിക്കുകയാണ്. ചിതറിയിരിക്കുന്ന അനുഭവം, ചിതറിക്കിടക്കുന്ന അനുഭവം. കാരണം ഒരസ്ഥിക്ക് മറ്റൊരസ്ഥിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ ഇങ്ങനെ കൂടിക്കലർന്ന് ചിതറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദൈവം ചിതറിയതിനെ ചേർത്തണയ്ക്കുന്ന ദൈവമാണ്. ചിതറിയതിനെ ചേർത്തണയ്ക്കുന്നതിൻ്റെ പേരാണ് ഈസ്റ്റർ. ഈസ്റ്റർ ദാറ്റ് ഗ്യാദേഴ്സ് വാട്ട് വാസ് സ്കാറ്റേർഡ്. എത്രയോ ചിതറിയ അനുഭവങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഉദാഹരണം മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. ഇതരദേശത്ത് അശുദ്ധാത്മാവ് ബാധിച്ച് ഭൂതഗ്രസ്തനായി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കല്ലറയിൽ പാർത്തിരുന്നൊരു മനുഷ്യൻ, വാസ്തവത്തിൽ മരണഗന്ധം പേറിയിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് യേശു പേര് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? ആ മനുഷ്യൻ പറഞ്ഞു, പേര് ലെഗിയോൻ, പക്ഷേ ഞങ്ങൾ പലരാകുന്നു. പേരൊന്നാണെങ്കിലും ഞങ്ങൾ ഒരുപാട് പേരാണ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, വിഭജിച്ച വ്യക്തിത്വം, ഇരു മനസ്സ്, പലയാളായിട്ട് ചിതറിയിരിക്കുന്ന അനുഭവം. അതായിരുന്നു അവൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം. പലയാളായി
ചിതറിയിരിക്കുന്ന അനുഭവം. കൺവെൻഷൻ യോഗങ്ങളിൽ മിക്കവാറും ഈ ഉദാഹരണം പറയാറുണ്ട്. ഒരു അച്ഛൻ്റെ കൊച്ചമ്മ അവരുടെ പായും തലയിണയും ബെഡ്ഷീറ്റും അത്യാവശ്യം സാധനങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. പള്ളിയുടെ ഒരു മൂലയിൽ അവർ വിശ്രമം ആരംഭിച്ചു. സാധാരണ അങ്ങനെ ഒരു കാഴ്ച കാണുന്നതല്ല. അതുകൊണ്ട് വിശ്വാസികളിൽപ്പെട്ട ആരൊക്കെയോ കൊച്ചമ്മയോട് ചോദിച്ചു, കൊച്ചമ്മ, എന്താണ് നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് വിശ്രമിക്കുന്നത്? വീട്ടിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? വീട്ടിൽ എന്തെങ്കിലും ചോർച്ചയോ സ്ഥലക്കുറവോ, വീട്ടിൽ കിടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പള്ളിയിൽ വന്ന് കിടക്കുന്നത്? കൊച്ചമ്മ പറഞ്ഞു, വീട്ടിലങ്ങനെ പറയത്തക്ക പ്രയാസങ്ങളൊന്നുമില്ല, സ്ഥലക്കുറവില്ല, ചോർച്ചയില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് വിശ്രമിക്കുന്നത്? കൊച്ചമ്മ പറഞ്ഞു, എൻ്റെ അച്ഛൻ പള്ളിയിൽ നിൽക്കുമ്പോൾ നല്ല മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ ആരാധന നടത്തുമ്പോൾ ഇതേപോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യരുണ്ടോ എന്ന് തോന്നും. എൻ്റെ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഇതേപോലെ ഒരു ഭക്തനുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അച്ഛൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ആശീർവാദമൊക്കെ കഴിഞ്ഞ് ഈ അച്ഛൻ അങ്ങ് വീട്ടിൽ വരും. ആ വീട്ടിൽ വന്ന് കയറുന്നത് വേറൊരാളാണ്. ഇതിൻ്റെ പേരാണ് ലെഗിയോൻ. ചിതറിയിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർത്തു കളയും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് യെഹെസ്കേൽ 37. പല മുഖങ്ങൾ, പല ഭാവങ്ങൾ. പള്ളിയിലിരിക്കുമ്പോൾ ഒരു മുഖം, ആശീർവാദം കഴിയുമ്പോൾ മറ്റൊരു മുഖം, പകലൊരു മുഖം, രാത്രി ഒരു മുഖം, ചന്തയിലൊരു മുഖം, വണ്ടിയിലൊരു മുഖം, സ്കൂളിലൊരു മുഖം, കോളേജിൽ വേറൊരു മുഖം. ഇങ്ങനെ കാണുന്ന സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന മട്ടിൽ ചിതറിയിരിക്കുന്ന അനുഭവങ്ങൾ അസ്ഥിത്താഴ്വരയുടെ സൂചനയാണ്. മരണഗന്ധം പേറുന്ന ജീവിതമാണ്. പലയാളായി പുറത്ത് ചിരിയും ഉള്ളിൽ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും, മുഖത്ത് പ്രസന്നതയും ഉള്ളിൽ പകയും, ഇങ്ങനെ പലയാളായി പല ഭാവങ്ങളിൽ ജീവിക്കുന്നത് അസ്ഥിത്താഴ്വരയ്ക്ക് തുല്യമാണ്, മരിച്ചതിന് തുല്യമാണ്. നിങ്ങൾക്ക് ജീവനില്ല എന്ന് യെഹെസ്കേൽ പഠിപ്പിക്കും. ചിതറിയതിനെ ചേർത്ത് നിർത്തുന്ന സന്തോഷത്തിൻ്റെ പേരാണ് ഈസ്റ്റർ. ഈ എല്ലുകൂമ്പാരത്തിന് മാംസവും ഞരമ്പും രക്തവും ജീവൻ ഏകുന്നതെല്ലാം വന്നു ചേരുകയും ഈ ചിതറിക്കിടന്ന എല്ലുകൾ ഒരു വലിയ സൈന്യമായി നിവർന്നു നിൽക്കുവാൻ പാകത്തിൽ രൂപപ്പെടുത്തുകയാണ് ദൈവം. 3, ഈ അസ്ഥികുമ്പാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നിലച്ചുപോയതാണ്, മരിച്ചുപോയതാണ്. ആ നിലച്ചതിനെ നിറവാക്കുന്ന ദൈവം, നിലച്ചുപോയതിനെ നിറവാക്കുന്നതിൻ്റെ പേരാണ് ഈസ്റ്റർ. ഈസ്റ്റർ ദാറ്റ് ബ്രിങ്സ് കംപ്ലീഷൻ ടു വാട്ട് വാസ് ഹോൾട്ടഡ്. ദൈവം യെഹെസ്കേലിനോട് അസ്ഥികളോട് പ്രവചിക്കാൻ ആവശ്യപ്പെടുകയാണ്, അസ്ഥികളോട് വചനം പറയാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ യെഹെസ്കേൽ വചനം ഉരുവിട്ടപ്പോൾ, പ്രവചനം നടത്തിയപ്പോൾ ചിതറിക്കിടന്ന അസ്ഥികൾ ഒരുമിച്ച് ചേർന്നു, മാംസം വളർന്നു, ത്വക്ക് മൂടി. പക്ഷേ ജീവൻ മാത്രം ഉണ്ടായില്ല. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു, മാംസം വളർന്നു, ത്വക്ക് മൂടി, എല്ലാം ഉണ്ടെങ്കിലും ജീവൻ്റെ കണിക ഈ എല്ലുകൂമ്പാരത്തിൽ വന്നില്ല. എന്താണ് പ്രവാചകൻ ഈ ദർശനത്തിലൂടെ നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്? രൂപം ഉണ്ട്, പക്ഷേ ആത്മാവില്ലെങ്കിൽ ജീവൻ ഇല്ല. ആലയമുണ്ട്, ആരാധനകളുണ്ട്, മതപരമായ ചടങ്ങുകളുണ്ട്, ആരാധനയും ആഘോഷവും എല്ലാം ഉണ്ട്, പക്ഷേ ദൈവാത്മാവില്ലെങ്കിൽ ഉണർവില്ല. ദൈവം വീണ്ടും പറയുകയാണ് ശ്വാസത്തോട് പ്രവചിക്കാൻ. അപ്പോൾ കാറ്റ് വന്നു, ആ കാറ്റിൽ നിന്ന് ശ്വാസമുണ്ടായി, അസ്ഥികളിലേക്ക് കടന്നു, അവ ജീവിച്ചു, വലിയ സൈന്യമായി ഉണർന്നു. ദ ഈസ്റ്റർ ദാറ്റ് ബ്രിങ്സ് കംപ്ലീഷൻ. ശ്വാസത്തിനോട് പ്രവചിക്കാൻ പറയുമ്പോൾ ശ്വാസം കാറ്റിൽ നിന്ന് വന്ന് ജീവൻ്റെ നിറവ് കൈവരുകയാണ്. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലാണ് ഉയർപ്പ് ആവശ്യമായിരിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു. ഇനി ഉയർപ്പ് ആവശ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലാണ്, നമ്മുടെ സഭാജീവിതത്തിലാണ്, നമ്മുടെ കുടുംബങ്ങളിലാണ്, നമ്മുടെ ദേശത്തിലാണ്. പല തലങ്ങളിൽ ഉയർപ്പ് അനിവാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഉയർക്കുക? ഒരു ഉയർപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മരിക്കണം. നമ്മുടെ അഹങ്കാരം, അഹന്ത മരിക്കണം. തമ്മിലുള്ള അസൂയ മരിക്കണം. തമ്മിൽ ദോഷം ചെയ്യുന്ന പരദൂഷണങ്ങൾ മരിക്കണം. മടി മരിക്കണം. ആർത്തി മരിക്കണം. പണാസക്തി മരിക്കണം. സ്വാർത്ഥത മരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് സാധ്യമാവുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന അഹന്തയും അസൂയയും പരദൂഷണവും മടിയും ആർത്തിയും പണാസക്തിയും സ്വാർത്ഥതയും, ഇതൊക്കെ നമ്മെ അസ്ഥി കൂമ്പാരത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വരണ്ട ചിതറിയ ജീവനില്ലാത്ത അസ്ഥികളെപ്പോലെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2026 ഈസ്റ്റർ പ്രഭാതം ജീവിതം ഒരു മാംസളമുള്ള ജീവിതമായി മാറാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവാത്മാവാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ദൈവാത്മാവ് പ്രവേശിക്കുമ്പോൾ സമൃദ്ധിയായ ജീവൻ, ആ സമൃദ്ധിയായ ജീവനിൽ നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയമായി നിത്യജീവൻ്റെ പ്രകാശമുണ്ട്.
3 കാര്യങ്ങളാണ് അസ്ഥിയുടെ താഴ്വരയിലെ ദർശനങ്ങളിൽ നിന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് കൈവരുന്നത്. 1, ഉണങ്ങിയതിന് ഉയിരേകുന്നതിൻ്റെ പേരാണ് ഈസ്റ്റർ. ചിതറിപ്പോയതിനെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പേരാണ് ഈസ്റ്റർ. നിലച്ചുപോയതിനെ നിറവ് നൽകുന്നതിൻ്റെ പേരാണ് ഈസ്റ്റർ. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവമാണ് നമ്മെ ജീവിപ്പിക്കുന്നത് എന്ന പൂർണ്ണബോധ്യത്തോടെ നമ്മുടെ വിണ്ടുപോയ, വരണ്ടുപോയ, പച്ചപ്പ് നഷ്ടപ്പെട്ട, മാംസവും ഞരമ്പും ഊർജവും ചൈതന്യവും നഷ്ടപ്പെട്ട നമ്മുടെ എല്ലുകൂമ്പാര ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്കൊരു ജീവൻ്റെ സാധ്യത ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഈസ്റ്റർ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതം ഒരു ഈസ്റ്ററായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ഒരു ഈസ്റ്ററിൻ്റെ കേന്ദ്രമാകട്ടെ. നമ്മുടെ ആലയങ്ങളിൽ ഈസ്റ്ററിൻ്റെ പ്രകാശം ഉയരട്ടെ. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ.